ഹലോ കൂട്ടുകാരെ, മഴ തോരും മുമ്പേ എന്ന് പുതിയ സീരിയലിലെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ കമല എല്ലാവർക്കും ചായ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ശിവേട്ടനും ബാലചന്ദ്രനും മനുവിനും എല്ലാവർക്കും ചായ കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ കൊണ്ട് വരുന്ന സമയത്ത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ അലീനയ്ക്ക് ചായ ഇല്ലേ, അവൾ ഞങ്ങളുടെ കൂടെ വന്നതാണ്, അവൾക്ക് ചായ ഇല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, ഞാൻ അവൾക്ക് പിന്നെ കൊടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേഗം ബാലചന്ദ്രൻ്റെ കയ്യിലത്തെ ചായ അലീനയ്ക്ക് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് കേട്ടോ. അലീന അത് വാങ്ങണില്ല, അലീന വേണ്ട പറയുന്നുണ്ട്. അപ്പോൾ അലീനോട് പറയുന്നുണ്ട്, അനുസരണശീലം എന്ന് പറയണത് ഈ ചായ വാങ്ങണതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവളത് കേട്ടപ്പോൾ വേഗം ആ ചായ വാങ്ങുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേഗം ബാലചന്ദ്രൻ ശിവേട്ടനോട് പറയുന്നുണ്ട്, ശിവേട്ട, ഈ ദയ അനുകമ്പം എന്നൊക്കെ പറയണത്, മനുഷ്യത്വം എന്നൊക്കെ പറയണത് ജന്മനാ വരേണ്ടത്, അല്ലാതെ ഇത് വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കണ പോലെ വരേണ്ടതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശിവേട്ടനൊന്നും മുണ്ടാതെ നിൽക്കുന്നുണ്ട്. പിന്നെ അപ്പോൾ വേഗം മനുവിൻ്റെ കയ്യിലത്തെ ചായ എടുത്തിട്ട് ബാലചന്ദ്രന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടടാ എന്ന് പറയുന്നുണ്ട്. നമ്മൾ നേരെ വെളുപ്പിന് 5 മണിക്ക് ഇറങ്ങിയതല്ലേ, ഇപ്പോൾ എനിക്ക് പോകണം, കടയിലേക്ക് പോകണം, എനിക്ക് ഒരുപാട് പണിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മനു ബാലചന്ദ്രനെയും കൊണ്ട് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മനു അലീനോട് യാത്ര പറയുന്നുണ്ട് കേട്ടോ, ഞാൻ അങ്കിളെ കൊണ്ടാക്കിയിട്ട് വരാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ ആദ്യം പോകുന്ന സമയത്ത് ശിവൻ പറയുന്നുണ്ട്, അലീനോട് ചായ കുടിച്ചോ എന്ന് പറയുന്നു. അപ്പോഴേക്ക് അവിടെ നിന്ന് നമ്മുടെ മുത്തശ്ശി കമലേന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശിയുടെ റൂമാണെങ്കിൽ ആകെ അലങ്കോലായിട്ടാണ് കിടക്കുന്നത്, കുറേ ഭക്ഷണം അത് എന്തൊക്കെയോ കുറേ റൂമൊക്കെ ആകെ അലങ്കോലായിട്ടാണ് കിടക്കണത് കേട്ടോ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇവിടെ ആരും ഇല്ലേന്ന് അറിയണില്ലല്ലോ, ആരും വരുന്നില്ലല്ലോ, ഇവരൊക്കെ എവിടെ പോയി കിടക്കാനാണ്, ഞാൻ ചത്താലും ഇവരാരും ഒന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി വല്ലാതെ വിഷമിച്ചിട്ട് പിന്നെയും പറയുന്നുണ്ട്, കമലേന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ കമല അവിടെ നിന്ന് പറയുന്നുണ്ട്, ദാ വരുന്നു അമ്മേന്ന് തുടങ്ങി അമ്മയുടെ വിളിയെന്ന് പറയുന്നുണ്ട് കമല ദേഷ്യം. പിന്നെ കമല മുത്തശ്ശിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയെ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എന്നെ ഒന്ന് തിരിച്ച് കടത്താനാ കമലയെന്ന് പറയുന്നുണ്ട്. അപ്പം കമല മുത്തശ്ശിയോട് പറയുന്നുണ്ട്, എപ്പോഴും എനിക്ക് നിങ്ങളെ തിരിച്ചും മറിച്ചും കടത്തിയാൽ പോലെ, എനിക്ക് അടുക്കളയിൽ 100 കൂട്ടാൻ പണിയുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും കമല അലീന നോക്കിയിട്ട് ഇങ്ങോട്ട് വായോ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അലീന അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. അപ്പോൾ അലീന അങ്ങോട്ട് ചെന്ന സമയത്ത് റൂം മുഴുവൻ അലങ്കോലായിട്ടാണ് കിടക്കണത്. അപ്പോൾ അലീന മുത്തശ്ശി നോക്കുന്നുണ്ട്. എന്നിട്ടും കമല അലീനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ അത്ര വലിയ ബാഗൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നത്, ഇത് മുഴുവനാണ് ഡ്രസ്സാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ എന്താ സ്ഥിര താമസത്തിന് വന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് കമല. അപ്പോൾ കമല പിന്നെയും പറയുന്നുണ്ട്, വരുമ്പോൾ ഒരു വലിയ ബാഗൊക്കെ ആയിട്ട് വരും, അതിലൊന്നും ഉണ്ടാവില്ല, പോകുമ്പോൾ അതിൽ നിറച്ച് സാധനങ്ങൾ കുത്തി തിരിച്ചിട്ട് പോവാമല്ലോ എന്നൊക്കെ കമല അലീനോട് പറയുന്നുണ്ട്. പിന്നെ കമല മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇതാണ് അമ്മയെ നോക്കാൻ വന്ന അവതാരം എന്ന് പറയുന്നുണ്ട് അലീനയെ കാണിച്ചിട്ട്. പിന്നെ അലീനോട് പറയുന്നുണ്ട്, ഇതാണ് ശിവേട്ടൻ്റെ അമ്മ, ഈ അവതാരത്തിനെ നോക്കാനാണ് എന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൂട്ടിക്കൊണ്ട് വന്നിട്ടുള്ളത് എന്നൊക്കെ അലീനോട് ശിവേട്ടൻ്റെ അമ്മയെ കാണിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വന്നിട്ടല്ലേ ഉള്ളൂ ആ കുട്ടി, വന്ന പാടെ ആ കുട്ടിയോട് എന്തിനാ ദേഷ്യപ്പെടണം, കുറച്ച് നയത്തിലൊക്കെ പെരുമാറുമെന്ന് കമലോട് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴേക്കും വേഗം അലീന ചെന്നിട്ട് മുത്തശ്ശിയുടെ കാലൊക്കെ തൊട്ട് തൊഴുകണുണ്ട് കേട്ടോ. തൊഴുതിട്ട് അങ്ങനെ ആശീർവാദമൊക്കെ വാങ്ങണുണ്ട്. അപ്പോഴേക്കും കമല അവിടെ നിന്ന് പറയുന്നുണ്ട്, വരുമ്പോൾ ഈ വിനയമൊക്കെ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ അലീനോട് പറയുന്നുണ്ട്. എന്നിട്ട് കമല ആ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോളുണ്ട് കേട്ടോ. എന്നിട്ട് അലീന വേഗം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അലീനോട് പറയുന്നുണ്ട് കേട്ടോ, ആ ബാഗ് കസാലയമ്മയിലേക്ക് കയറ്റി വെച്ചള മോളെ, തറ മുഴുവനും അഴുക്കാണ്, തൂക്കൂല തുടയ്ക്കൂല ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന വേഗം അവളുടെ ബാഗ് കസാലയമ്മയിലേക്ക് കയറ്റി വെച്ചിട്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അലീനോട്, നിന്നെ ബാലനും മനുവും പോയി കൂട്ടിക്കൊണ്ടുവന്ന തിരുവനന്തപുരത്ത് നിന്ന് കൊണ്ടുവന്ന കുട്ടിയാണോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നത് അതേ എന്ന് പറയുന്നുണ്ട്. എന്താ മോളുടെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന എന്ന് പറയുന്നുണ്ട്. നല്ല പേരാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ എന്നെ ഒന്ന് തിരിച്ച് കടത്തുമോ, മുതുക് ഭയങ്കര കടച്ചിലാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വേഗം അലീന മെല്ലെ മുത്തശ്ശിയെ പിടിച്ച് ചെരിച്ച് കടത്തണം കേട്ടോ. എന്നിട്ട് മുത്തശ്ശി അലീനോട് പറയുന്നുണ്ട്, നിന്നെ കണ്ട നല്ലൊരു തറവാട്ടിൽ ജനിച്ച കുട്ടിയെ പോലെ ഉണ്ടല്ലോ, നിൻ്റെ മുഖം കണ്ട നല്ലൊരു വീട്ടിൽ ജനിച്ച കുട്ടിയെ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, മുത്തശ്ശിക്ക് എന്താ അറിയാനാ ഞാൻ ഈ വീട്ടിൽ ജനിക്കേണ്ട ആണെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അനില മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് അലീന മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, മോളെ നീ ഒന്നും വിചാരിക്കേണ്ട, ഈ റൂമിലേക്ക് കിടക്കുന്ന സമയത്ത് വല്ലാത്ത നാറ്റുണ്ട്, മൂത്രത്തിൻ്റെയും മലത്തിൻ്റെയൊക്കെ നാറ്റുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാണ്, ഞാനൊരു കടപ്പ് രോഗിയായി പോയില്ലേ, എല്ലാവരും ഈ റൂമിലേക്ക് കിടക്കുന്ന സമയത്ത് മൂക്ക് പൊത്തിക്കൊണ്ടാണ് വരലെന്നൊക്കെ മുത്തശ്ശി അലീനോട് പറയുന്നുണ്ട്. അപ്പോൾ അലീന വേഗം മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നിട്ട് മുത്തശ്ശി എന്ന് വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാനൊരു അനാഥാലയത്തിൽ നിന്ന് വന്ന കുട്ടിയാണ്, ഞാൻ അവിടെ കുറേ കടപ്പ് രോഗികളെ നോക്കിയിട്ടുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞ് മുത്തശ്ശിയുടെ അടുത്തിരുന്നിട്ട് മുത്തശ്ശിയുടെ കയ്യും പിടിച്ചിട്ട് മുത്തശ്ശിനെ ഒന്ന് തലയിലൊക്കെ ഒന്ന് തലോടുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് വല്ലാത്ത സന്തോഷം വരുന്നുണ്ട്.
പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ വീട്ടിലേക്ക് എത്തണതാണ് കേട്ടോ. അപ്പോൾ അവന് 3 കുട്ടികളുണ്ട്. അവിടെ 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ 2 പെൺകുട്ടികൾ ചോദിക്കുന്നുണ്ട് അച്ഛൻ എവിടെ പോയതാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ഞാനും തിരുവനന്തപുരം പോയതാ, മനുവിനെയും കൊണ്ട് തിരുവനന്തപുരം പോയതാ, മുത്തശ്ശിക്ക് ഒരു ഹോം നേഴ്സിന് കൂട്ടിക്കൊണ്ടുവരാൻ പോയതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ 2 കുട്ടികൾ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഹോം നേഴ്സിന് അച്ഛനെ കിട്ടിയോന്ന് ചോദിക്കുന്നുണ്ട്. ആ കിട്ടി. അപ്പോൾ ചെറുപ്പക്കാരത്തിയാണോ അതോ പ്രായമുള്ളതാണോ എന്ന് ചോദിക്കുന്നുണ്ട് 2 കുട്ടികൾ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ചെറുപ്പക്കാരത്തിയാണ്, പക്ഷെ പണിയെല്ലാം അറിയണ കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി ഇങ്ങോട്ട് വരുമ്പോൾ ആ ഹോം നേഴ്സ് ഇങ്ങോട്ട് വരുമോ അച്ഛാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി അച്ഛൻ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആ വരും എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്ക് രോഹിത്ത് ബാലചന്ദ്രൻ്റെ ഇനിയൊരു ചക്കുട്ടി സ്റ്റെപ്പ് കറങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛാന്ന് വിളിക്കുന്നുണ്ട്. നീ എന്താണ് അന്ന് കോളേജിൽ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് തലവേദനയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വേഗം തലയ്ക്കൊക്കെ തൊട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും രോഹിത്ത് പറയുന്നുണ്ട് അമ്മ വിളിച്ചായിരുന്നു, അമ്മ കുറച്ച് കഴിഞ്ഞിട്ടേ വരും എന്നാണ് പറഞ്ഞത്, അമ്മയ്ക്ക് 2 സൈറ്റ് വിസിറ്റ് ഉണ്ട് ഇത്ര എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ എൻ്റെ അമ്മ എപ്പോഴാണ് നേരത്തെ വന്നിട്ടുണ്ടെന്നൊക്കെ ബാലചന്ദ്രൻ പറഞ്ഞിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് അലീന മുത്തശ്ശിയുടെ റൂമൊക്കെ വൃത്തിയാക്കണതാണ് കേട്ടോ. മുത്തശ്ശിയുടെ റൂമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ട് നല്ല ക്ലീനാക്കി അലീന വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശിയെ സമ്മതിക്കണം, മുത്തശ്ശി എങ്ങനെ ഈ വൃത്തികേടിൻ്റെ ഇടയിലും കടന്നിരുന്ന മുത്തശ്ശി എന്ന് ചോദിക്കണം. എന്ത് ചെയ്യണ കുഞ്ഞെ, ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കാനാ, അപ്പോൾ മുത്തശ്ശി പറഞ്ഞ് ചെയ്യിപ്പിക്കണം എന്ന് അലീന പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആര് കേൾക്കാനാ കുഞ്ഞെ എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. അപ്പോൾ അലീന എന്തായാലും റൂമൊക്കെ വൃത്തിയാക്കിയത് കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞതൊന്നും ആര് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഇനി എന്തിനാ ഞാൻ പോവാറായില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊന്നും മുത്തശ്ശി പോവില്ല, മുത്തശ്ശിക്ക് ഇനി ഞാൻ ഇല്ലേ, മുത്തശ്ശിയെ ഞാൻ നീട്ട് നടത്തിപ്പിക്കും, മുത്തശ്ശീനെ ഞാൻ റൂമിൽ കൂടെ മാത്രമല്ല പുറത്തു കൂടെ മുഴുവനും നടത്തിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശിക്ക് റൂമൊക്കെ കാണുമ്പോൾ എല്ലാം വൃത്തിയാക്കിയത് കാണുമ്പോൾ വല്ലാത്ത സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നെ അലീന മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് ഞാനും ഇവിടെ തന്നെ അല്ലേ കിടക്കേണ്ട മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി അലീനോട് പറയുന്നുണ്ട് അതൊക്കെ കമല പറഞ്ഞു തരും മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പം അലീന ചോദിക്കുന്നുണ്ട് ആരാ കമല എന്ന് ചോദിക്കുന്നുണ്ട്. അത് ശിവയുടെ ഭാര്യയാണ്. അയ്യോ ഇങ്ങനത്തെ ഒരു ലോകത്ത് വൃത്തികെട്ട ഒരു പെണ്ണുണ്ടാവില്ല, അതിനെ പോലെ ഒരു വൃത്തികെട്ട പെണ്ണാണ്, അവളൊരു യക്ഷിയാണെന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്കൊരു മോളുണ്ട് രജനി, അവൾ അയിലിക്കേറെയാണ്. പിന്നെ 3ാമത്തത് ഹരി അവൻ ഈ റൂമിലേക്ക് ഒന്ന് കടക്കില്ല, ഞാൻ ചത്തോ മുത്തശ്ശി ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയാൻ പോലും അവൻ ഈ റൂമിക്കൊന്നും കടക്കില്ല എന്ന് മുത്തശ്ശി അലീനോട് പറയുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണക്കല്ലേ എന്ന് അലീന പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അല്ല മനു ഉണ്ട്, അവൻ പാവാണ്, അവനെപ്പോലുള്ള സ്നേഹമുള്ളൊരു കുട്ടി ആരും ഉണ്ടാവില്ല, അവനെ നീ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അലീന മനു ആദ്യമായിട്ട് അലീനെ കാണാൻ വന്ന അനാഥാലയത്തിലേക്ക് കാണാൻ വന്നതൊക്കെ ആലോചിക്കുന്നുണ്ട്. മനു വന്ന് അലീനോട് പേര് ചോദിച്ചതും എന്താ പേരെന്ന് ചോദിക്കുമ്പോൾ അലീന എന്ന് പറയണതും നൈസ് നെയിം എന്ന് മനു പറയുന്നതൊക്കെ അലീന ആലോചിക്കുന്നുണ്ട്. പിന്നെ അലീന അതൊക്കെ ആലോചിച്ച് ചിരിക്കുന്നുണ്ട്. അപ്പം പിന്നെ അലീന മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് എന്താ മുത്തശ്ശിയുടെ കാലിന് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. മുത്തശ്ശി കാലിൽ കെട്ടൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം എന്താ കാലിന് പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. ഒന്നും പറയണ്ട മോളെ, ഞാനൊന്ന് കുളിമുറിയിൽ വീണതാണ്, അതിന് മുന്നേ ഞാൻ ഓടിച്ചാടി കളിച്ച് നടന്നിരുന്നതാണ്, എല്ലാ പണിയും എടുത്തിരുന്നതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ കാല് ഫ്രാക്ചറായത് അറിഞ്ഞിട്ടാണ് ശിവൻ ഗൾഫിൽ നിന്ന് വന്നത്, അവൻ ഗൾഫിലാണ് ജോലി. അപ്പോൾ ആരാ ശിവൻ ചോദിക്കുന്നത്, എൻ്റെ മകൻ ശിവശങ്കരൻ എന്ന് പറയുന്നുണ്ട്. അവൻ ഇനി അധികം ലീവില്ല, അവൻ വേഗം പെട്ടെന്ന് തന്നെ ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോകുന്നൊക്കെ അലീനോട് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട് എനിക്ക് ആരും മനു ചേട്ടനെ അല്ലാതെ വേറെ ആരും ഈ വീട്ടിൽ അറിയില്ല, അതുകൊണ്ട് മുത്തശ്ശിയുടെ ഓരോരോ ആൾക്കാരെ പറ്റി ചോദിച്ചതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവൻ പോയാൽ പിന്നെ ഞാൻ 1 മിനിറ്റ് ഇവിടെ നിൽക്കില്ല, ഞാൻ ഇവിടുന്ന് പോകും, കാരണം കമല ഏതാ സാധനം, പിന്നെ എൻ്റെ ആയുസ് 1 മാസം കൂടി ഉണ്ടാവില്ല എന്നൊക്കെ അലീനോട് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറഞ്ഞു മുത്തശ്ശി അങ്ങനെയൊന്നും പറയില്ല, ആരെപ്പറ്റിയും കുറ്റമൊന്നും പറയണ്ടെന്ന് പറയുന്നുണ്ട്, നിനക്കറിയില്ല കമല ഏതാ സാധനം എന്നൊക്കെ പറയുന്നുണ്ട്. അവൾ എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരില്ല, ഞാൻ ഇവിടെ മൂത്രമൊഴിച്ച് കടന്നതിനെ തിരിച്ച് മറിച്ച് ഒന്നും കടത്തില്ല മോളെ, ഈ റൂമിലേക്കൊന്നും കടക്കില്ല, ശിവൻ ഗൾഫിലോട്ട് പോയാൽ ഞാൻ എൻ്റെ മകളുടെ അടുത്ത് കളപ്പാട്ടൂരിലേക്ക് പോകും എന്നൊക്കെ അലീനോട് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നു അതെവിടെ മുത്തശ്ശി സ്ഥലം എന്ന് ചോദിക്കുന്നുണ്ട്. അത് പാലാ ടൗണിലാണെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവിടെ ശിവം ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വൈജയന്തിയുടെ അടുത്തേക്ക് പോവും, അവൾ എൻ്റെ ഒറ്റ മകളാണ്, ബാക്കി എനിക്ക് 3 ആൺകുട്ടികളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ അലീന ആകെ അമ്മേനെ തിരിച്ചറിഞ്ഞിരിക്കുകയല്ലേ, വൈജയന്തിയാണ് നമ്മുടെ പേരെന്നൊക്കെ അറിഞ്ഞിട്ട് അലീനയ്ക്ക് ആകെ സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ മറ്റേ അലീന പിന്നെ ആലോചിക്കണത്
മമ്മി അവളുടെ അമ്മയെ പറ്റി പറഞ്ഞതൊക്കെയാണ് കേട്ടോ. മമ്മി അവളോട് പറയുന്നുണ്ടല്ലോ, നീ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് നിൻ്റെ അമ്മ ആരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ വൈജയന്തിയാണ് അവളുടെ അമ്മ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണത് അവൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയുന്നുണ്ട്, എന്നോട് മേനം മരിക്കണ മുന്നേ പറഞ്ഞതാണ്, ശിവൻ പോയി കഴിഞ്ഞാൽ നീ ഇവിടെ ഇരിക്കേണ്ട, വേഗം വൈജയന്തിയുടെ അടുത്തേക്ക് പോയിക്കോളാനാണ് പറഞ്ഞത് എന്നൊക്കെ മുത്തശ്ശി അലീനോട് പിന്നെ പറയുന്നുണ്ട് കേട്ടോ. കുഞ്ഞിരാമ മേനോൻ അല്ലേ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളെ കുഞ്ഞിരാമ മേനോൻ വന്നിട്ട് അവളെ അനുഗ്രഹിച്ചതും ഒക്കെ അവൾ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അലീന പിന്നെ ഉള്ളതൊക്കെ അതാണ് ആലോചിക്കുന്നത്. കുഞ്ഞിരാമ മേനോൻ വന്നിട്ട് അവളെ അനുഗ്രഹിച്ചതും ഒക്കെ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ അവൾ അലീന ചോദിക്കുന്നുണ്ട്, അപ്പോൾ മുത്തശ്ശി പോയാൽ ഞാൻ എന്താ ചെയ്യാന്ന് ചോദിക്കുന്നുണ്ട്. നീയും പോരും എൻ്റെ ഒപ്പം, നമ്മൾ ഒരുമിച്ചിട്ടല്ലേ അങ്ങോട്ട് പോണത്, അല്ലാതെ നിന്നെ കൂട്ടാതെ എങ്ങനെ ഞാൻ പോവാം, നമ്മൾ ഒരുമിച്ചിട്ടാണ് അങ്ങോട്ട് പോകണത് എന്ന് പറയുന്നുണ്ട്. അവിടെ എത്തിയാൽ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അലീന ചോദിക്കുന്നുണ്ട്, വൈജയന്തി ഇങ്ങോട്ട് വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, വൈജ ഇങ്ങോട്ട് വരില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അല്ലാതെ ശിവൻ പോകുമ്പോൾ യാത്ര അയക്കാൻ അങ്ങോട്ട് വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല മുത്തശ്ശീന്ന് അലീന പറയുന്നുണ്ട്. പിന്നെ നിനക്ക് കാണാൻ പറ്റാതെ ഞാൻ അവൾക്ക് നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പോകുന്നുണ്ടല്ലോ, നീ നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുക്കട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അലീനോട് പറയുന്നുണ്ട്. ബാലചന്ദ്രൻ മേനോന് നിന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ നിന്നെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് കൊണ്ടുവന്നത്, ബാലചന്ദ്രനെ പോലെ ഒരു മരുവനെ എൻ്റെ മകൾക്ക് കിട്ടിയത് അവളുടെ ഏറ്റവും വലിയ ഭാഗ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കേട്ടിട്ട് അലീനയ്ക്ക് വല്ലാതെ സന്തോഷമാവുന്നു കേട്ടോ. പിന്നെ കാണിക്കുന്നത് ബാലചന്ദ്രൻ ഫോൺ വിളിച്ച് നിൽക്കുകയാണ് കേട്ടോ. ഓഫീസിലത്തെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കുകയാണ്. അക്കൗണ്ട്സൊക്കെ അയക്കാൻ വേണ്ടിയിട്ട് ആരോടോ പറഞ്ഞിട്ട് ഫോൺ വിളിക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് നമ്മളെ വൈജയന്തി കയറി വരുന്നത്, അതായത് അലീനയുടെ അമ്മ കയറി വരുന്നത്. അപ്പോൾ അലീനയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്താ ലേറ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് 2-3 സൈറ്റ് വിസിറ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ബാങ്കിൽ പണ്ടത്തെ പോലെയല്ല, അപ്പോൾ ബാങ്ക് ജോലിയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ബാലചന്ദ്രനോട് പറയുന്നുണ്ട്. അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ ആ ജോലി വേണ്ട വെക്കിയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് വേണം ഞാൻ ബാലചന്ദ്രൻ്റെ മുന്നിൽ ഓരോ പൈസയ്ക്ക് കൈനീട്ടി നിൽക്കാമെന്നൊക്കെ വൈജയന്തി പറയുന്നുണ്ട്. അപ്പോൾ വേണ്ട, അതിന് നീ അക്കൗണ്ടിൽ നിന്ന് എത്ര കണക്ക് ആവശ്യമുള്ളത് പിൻവലിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതുപോലുള്ള എപ്പിസോഡിൻ്റെ വിശേഷങ്ങൾ എളുപ്പത്തിൽ എത്താൻ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.